സർക്കാരിനെതിരെ വീണ്ടും വിമർശനവുമായി കോൺഗ്രസ് വക്താവ് വി.ആർ. അനൂപ് രംഗത്തെത്തിയിരിക്കുന്നു. RSS പ്രവർത്തകൻ DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് ഫീഡറായി നിയമിച്ചതിനെതിരെയാണ് ഈ വിമർശനം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു വി.ആർ. അനൂപിന്റെ വിമർശനം. സാരംഗുണ്ട് വിവരങ്ങളുമായി. സാരംഗ്, ഈ സംഘപരിവാർ ബന്ധമുള്ളവരെ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് നിയമിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ് വി.ഡി. സതീശൻ സർക്കാർ. ഇപ്പോൾ ഇതാ പാർട്ടിക്കുള്ളിൽ തന്നെ അതിനെതിരെയുള്ള വിമർശനങ്ങളും ഉയർന്നു വരികയാണല്ലേ? തീർച്ചയായും സിന്ധൂരി, അങ്ങനെ തന്നെയാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഉന്നത പദവികളിലേക്ക് RSS സംഘപരിവാർ അനുകൂലികളെയും പ്രവർത്തകരെയും നിയമിക്കുന്നത് തുടർക്കഥയാകുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ വക്താവ് കൂടിയായിട്ടുള്ള വി.ആർ. അനൂപ് ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഒരു വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. സജീവ RSS പ്രവർത്തകനായ DS ശരത്തിനെ സീനിയർ ഗവൺമെന്റ് ലീഡറായി ഹൈക്കോടതിയിലേക്ക് നിയമിച്ചതിനെതിരെയാണ് വിമർശനം. ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു വിമർശനം. അതായത് ഈ ശരത്ത് നിയമം പഠിക്കുന്ന കാലം മുതൽ തന്നെ താൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഈ ശരത്ത് സജീവ RSS പ്രവർത്തകനായിരുന്നു എന്ന കാര്യം അറിയാമായിരുന്നു എന്നാണ് ആദ്യമേ തന്നെ കുറിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ RSS പ്രവർത്തകരെ, ശരത്തിനെ പോലെയുള്ള RSS പ്രവർത്തകരെ ഉന്നത പദവികളിലേക്ക് സർക്കാർ നിയമിക്കുന്നത് എന്നാണ് ഈ വി.ആർ. അനൂപ് തുറന്ന് ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് ഉത്തരവാദിത്വം പറയേണ്ടവർ അങ്ങനെ നിയമിക്കുന്നവരാണ് എന്നാണ് പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി V.D. സതീശനെതിരെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒളിയമ്പ് ഉള്ളത്. കൃത്യമായിട്ട് മുഖ്യമന്ത്രി തന്നെ അതിന് ഉത്തരം പറയണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത്. ഇത് ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ സർക്കാരിനുള്ളിൽ ഉണ്ടാകുന്ന വിവിധ പ്രശ്നങ്ങളെ വി.ആർ. അനൂപ് വലിയ രീതിയിൽ വിമർശിക്കുന്നുണ്ട്. എന്തായാലും അനൂപ് പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് ഫീസ് ഒന്നും ഈടാക്കാതെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോൺഗ്രസ് പ്രവർത്തകരുടെ കേസ് വാദിക്കുന്ന നിരവധി അഭിഭാഷകരുണ്ട് സംസ്ഥാനത്തൊട്ടാകെ. അങ്ങനെ നിലനിൽക്കുന്ന ഒരുപാട് അഭിഭാഷകരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് യാതൊരു വിധത്തിലും ഈ പട്ടികയിൽ പോലും പരിഗണിക്കാതെ പുറത്തു നിന്നുള്ള ഒരു സജീവ RSS സംഘപരിവാർ പ്രവർത്തകനായ ഈ ശരത്തിനെ പോലെയുള്ളവരെ നിയമിക്കുന്നതിന് സർക്കാർ തന്നെ ഉത്തരം പറയണം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അത് നിയമനം നടത്തുന്നവർ തന്നെ ഉത്തരം പറയണം എന്ന് തന്നെയാണ് വി.ആർ. അനൂപ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത്. എന്തായാലും ഈ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. സിന്ധൂരി, സാരംഗി, നിയമമന്ത്രി കൂടിയായ V.D. സതീശനെതിരെയാണ് ഈ കോൺഗ്രസ് വക്താവിന്റെ വിമർശനം എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഇവിടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം നോക്കൂ, ഈ സ്വജനപക്ഷപാതം കോൺഗ്രസിന് എന്തായാലും ഉണ്ടാകുമെന്നതിൽ നമുക്കും സംശയമൊന്നുമില്ല. അവർ അത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതും. എന്നാൽ എങ്ങനെയാണ് ഒരു സംഘപരിവാർ അനുഭാവി അല്ലെങ്കിൽ ഒരു BJP പ്രവർത്തകൻ സജീവമായി ABVPയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ എങ്ങനെയാണ് ഈ ലിസ്റ്റിലേക്ക് കടന്നു വരിക? അതെന്താണ് ഈ ഒരു പദവിയിലേക്ക് നിയോഗിക്കാൻ കോൺഗ്രസിൽ ആരുമില്ല എന്നതുകൊണ്ടാണോ? അങ്ങനെയൊരു സാമാന്യമായ ചോദ്യം ഏതൊരാളുടെയും മനസ്സിൽ തോന്നുകയില്ലേ? ആ ചോദ്യം തന്നെയല്ലേ ഇപ്പോൾ ഈ കോൺഗ്രസ് വക്താവ് വി.ആർ. അനൂപ് മുന്നോട്ട് വെക്കുന്നത്. ഇതിന് സ്വാഭാവികമായി മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടതല്ലേ? തീർച്ചയായും സിന്ധൂരി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഇത്തരത്തിൽ ഉത്തരം പറയേണ്ടത്. കാരണം അത് തന്നെയാണ് ഈ വി.ആർ. അനൂപിന്റെ കുറിപ്പ്. അത് വിശദമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അതിന്റെ ധ്വനി എന്താണെന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ അത് ഈ നിയമനം നടത്തിയവർ തന്നെ ഉത്തരം പറയണം എന്നുള്ളതാണ്. തൃശൂർ ലോ കോളേജിലാണ് ഇത്തരത്തിൽ ശരത്ത് ആ കാലത്ത് പഠിച്ചിരുന്നത്. അന്ന് ആ കാലം മുതൽ തന്നെ ശരത്ത് സജീവ RSS പ്രവർത്തകനായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ അഭിഭാഷകർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നത് എന്നാണ് ഈ വി.ആർ. അനൂപ് ചോദിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ അഭിഭാഷകരുടെ സംഘടനയിൽ പോലും ഇത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മുതിർന്ന അഭിഭാഷകരും അതോടൊപ്പം തന്നെ സജീവ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ടുള്ള നിരവധി ആളുകൾ സംസ്ഥാനത്തിനകത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനത്തുള്ളവരെ പുറത്തു നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ RSS പ്രവർത്തകനായിട്ടുള്ള DS ശരത്തിനെ ഈ സർക്കാർ ഇത്തരത്തിൽ ഗവൺമെന്റ് ലീഡറായിട്ട് ഹൈക്കോടതിയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. സിന്ധൂരി.